ചേട്ടാ ഈ സായിപ്പുമാർ കൂടിയിരിക്കും ജംഗ്ഷൻ ഏതാ? ഹലോ മിസ്റ്റർ കല്ലുമത്തൻ, ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല. ഞങ്ങൾക്ക് വേറെ ഒരുപാട് ഡീലുകളുണ്ട്, അതിനിടയ്ക്കാണ് ഞങ്ങൾ ഈ ചെറിയ ഡീൽ ചെയ്യുന്നത് കേട്ടോ. ലൊക്കേഷൻ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടല്ലോ, 1/2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ സാധനമായിട്ട് അങ്ങോട്ട് എത്തിക്കണം കേട്ടോ. ടെൻഷൻ അടിക്കണം കേട്ടോ. ഓക്കെ. അയ്യോ ഇനി 1/2 മണിക്കൂറൂടെ ഉള്ളെന്ന്. എന്തായാലും കള്ളം പറ, ഇച്ചിരി ബോധത്തോടെ കള്ളം പറയണം. ഇനി നീ വിളിക്കണ്ട, ഞാൻ സംസാരിച്ചോളാം. ഹലോ മാത്ത, ഞാൻ ഫോർട്ട് കൊച്ചിയിലെ ആർട്ട് ഗാലറി നടത്തിക്കൊണ്ടിരുന്ന സക്കറിയാണ്. നമ്മുടെ 2 പിള്ളേരെ ഒരു കല്ലായിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നല്ല. മാത്തന ആ കല്ല് നോക്കാൻ പറ്റിയായിരുന്നാ? താനിപ്പോ എവിടെ? ഞാനിപ്പോ വീട്ടിലുണ്ട്. എന്തേ? ഇവിടെ ഒരു സായിപ്പും വന്നിട്ടില്ലെന്നാ പറയുന്നത്. മടുത്ത്. നമുക്ക് അപ്പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഓ ദേ അയാൾ വിളിക്കുന്നു. എന്റെ പൊന്ന് കല്ലുമാത്തൻ ചേട്ടാ, സാധനം ഇപ്പൊ ഞങ്ങളുടെ കയ്യിലില്ല, അത് കിട്ടുമ്പോ തരാം, ഒന്ന് വെയിറ്റ് ചെയ്യ്. എടാ വാതൂരി, എനിക്ക് കിട്ടേണ്ട പോലെ കട്ടോണ്ട് പോയിട്ട് ഇപ്പൊ കിട്ടുമ്പോ തരാന്നാ. നീയൊക്കെ കാരണണ്ടല്ല, നീയൊക്കെ കാരണം ഞാനിവിടെ വെന്തുരുകണേന്. നിന്നെയൊക്കെ എന്റെ കൈ കിട്ടിയാണ്ടല്ല. ആഹാ, എന്തിനാ എന്റെ കിട്ടുന്നേ? അയാളുടെ കിട്ടിയാ മതിയല്ല. നീയൊക്കെ ആരോടെ കളിച്ചെന്നറിയാവാ? ഹലോ, ഇത് കല്ലുമാത്തൻ ചേട്ടൻ തന്നെയല്ലേ? ഇത് കല്ലുമാത്തനാ, പക്ഷെ നീയൊക്കെ ഡീലുറപ്പിച്ചേക്കണതേ മലാക്കുമായിട്ട്. അയാൾക്ക് ഞാൻ കൊടുക്കാൻ പറ്റുന്ന സാധനം നീയൊക്കെ കട്ടോണ്ട് പോയിട്ട് അയാളോട് തന്നെ ഡീലുറപ്പിച്ചേക്കണത്. ആ സാധനം ഉണ്ടല്ല, അത് ഈ ഭൂമിയിലേ ഉള്ള സാധനമല്ല. പറഞ്ഞ സമയത്ത് ആ സാധനം അയാൾക്ക് തന്നെ കൊടുക്കാൻ നോക്കിക്കോ. ഇല്ലെങ്കിൽ ഉണ്ടല്ല, നിന്നേക്ക് അയാൾ കൊല്ലും. ആ സാധനം കിട്ടില്ല, അയാൾ എന്നെയും കൊല്ലും. അങ്ങനെ കാണാൻ സംഭവിച്ചാട്ടില്ല, നിന്നൊന്നും ഞാൻ വെച്ചേക്കൂല. ആ ഹലോ, എടാ ഈ മലാക്ക് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എടാ ഈടെ നമ്മൾ പത്രത്തിൽ വായിച്ചല്ലേ ഒരു ഇരുമ്പടക്കാരന്റെ ചെവിയിൽ ആണി അടിച്ച് കൊന്നവൻ. അത് നമ്മുടെ ഈ കല്ലുമാത്രല്ലേ, ഈ മലാക്കിന് എന്താ കാര്യം? കല്ലുമാത്ര ഞാൻ പറയാം. മലാക്കിന് കല്ല് മാത്രം കൊടുക്കാൻ വെച്ചിരുന്ന കല്ലാണ് ആ കള്ളൻ ജിനോ അടിച്ചു മാറ്റി നമുക്ക് കൊണ്ടുവന്ന് തന്നത്. കണക്കായ ആ കല്ലാണ് ആ പാവത്തിന്റെ ഏതോ ഒരു സായിപ്പിന് കൊണ്ടുപോയി മറിച്ച് വിറ്റത്. ഇപ്പൊ ആ കല്ലെടുത്ത് ആ മലാക്കിന് കൊടുത്തില്ലേ, മലാക്ക് നമ്മളെ കൊല്ലും. അല്ലെ കല്ല് മാത്രം നമ്മളെ കൊല്ലും. ചുരുക്കി പറഞ്ഞ അകാലത്തിൽ നമ്മൾ കൊല്ലും. എടാ വിളിച്ച് ചോദിക്കണ പാവത്തിനോട്. എന്നാ ഫോൺ വിളിക്ക്. ഹലോ എടാ വാവേ സാധനം കിട്ടിയോടാ? കിട്ടിയിരിക്കാ സാധനം കിട്ടിയിരിക്കാ. ഇപ്പൊ തൽക്കാലം അതുപോലത്തെ ഒരു കല്ലൊപ്പിച്ചിട്ട് പെയിന്റ് എടുത്ത് കൊണ്ടേ. അയ്യോ അതൊന്നും പറ്റത്തില്ല, അത് ഈ ഭൂമിയിലുണ്ടായ കല്ലല്ല, അത് തന്നെ വേണം. ഈ ഭൂമിയിലില്ലാത്ത സാധനമൊക്കെ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാണ്? എടാ അത് കൊണ്ടുവന്നില്ല, മലാക്ക് നിന്നെ കൊല്ലും. ഏത് അലാക്ക്? എന്തിനാണ് എന്നെ കൊല്ലണത്? എടാ നീ അത് ഏതോ സായിപ്പിന് മറിച്ച് വിറ്റ കാര്യം പുള്ളി അറിഞ്ഞിട്ടുണ്ട്. നീ എവിടെന്നെങ്കിലും അത് തപ്പി പിടിച്ചോണ്ട് വന്നില്ല, പുള്ളി ആദ്യം കൊല്ലുന്ന നിന്നെ ആയിരിക്കും. എടാ കട്ടാക്കിടാ. അവന് ബുദ്ധിയുണ്ട്, അവൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മുങ്ങി. നമുക്ക് മുങ്ങാം. അതാ നമുക്ക് ബുദ്ധിയില്ലേ, നമുക്ക് മുങ്ങാം. ആ മലാക്ക് നമ്മളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കിട്ടുന്ന കൊട്ടയം വട്ടിയൊക്കെ വാരിയെടുത്ത് ഏതെങ്കിലും നാട്ടിൽ പോയി അവിടെ ആലോചിക്കാൻ എന്ത് ചെയ്യുന്നു? നല്ല സ്പീഡില് ഞാൻ കണ്ടില്ല. സാധാരണ ആൾക്കാർ ഓടിച്ചിട്ട് ഞാൻ അങ്ങനെയല്ല ഓടാറ്. ഈ വയറും വെച്ച് ചേട്ടൻ അയാൾ ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. SI സാറിന് ബോഡി ഷേപ്പ്